ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറയുന്ന മുക്തിബോധിൻ്റെ കവിതയാണ്. ഇത് ഹിന്ദിയിലെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിൽ വരുന്ന 2ാമത്തെ പാഠമാണ്. അപ്പോൾ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറയുന്ന ഈ കവിതയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇപ്പോൾ എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേ ആവാറായി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനോട് ബന്ധപ്പെട്ട ഒരു കവിതയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നതാണ് കവിതയുടെ പേര്. രചയിത മുക്തിബോധ്. കിസ് വിധാക്കി രചന ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കവിതയാണ്. ഓക്കെ, നമുക്കപ്പോൾ മുക്തിബോധിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ട് മടങ്ങി വരാം. ओके, मुक्तिबोध. गजानन माधव मुक्तिबोध हिंदी साहित्य की प्रगतिशील काव्यधारा के प्रतिनिधि कवि है. उनका जन्म मध्य प्रदेश में हुआ. चांद का मुँह टेढ़ा है, फूरी फूरी खाकदूल, काट का सपना, एक साहित्य की डायरी आदि उनकी प्रमुख रचनाएं हैं. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്, ഹിന്ദി സാഹിത്യക്ക് പ്രഗതിശീൽ കാവ്യധാരാക്ക് പ്രതിനിധി കവി. പ്രഗതിശീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ പുരോഗമനപരമായ ചിന്താഗതി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുടെ പ്രതിനിധി കവിയാണ് മുക്തിബോധ്. അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലാണ്. പിന്നെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളുടെ പേരാണ്. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് വരാം. ജൻ ജൻ കാ ചെഹ്റ ഏക്. അപ്പോൾ എന്താണ്, പിക്ചറിൽ തന്നെ കുറേ പേരുടെ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണ്? ഓരോ ജനത്തിൻ്റെയും മുഖം ഒന്നാണ്. ജൻ ജൻ കാ ചെഹ്റ ഏക്, എല്ലാവരുടെയും എന്താണ്, ഒരു സബി ലോഗ് ഏക് സമാൻ ഹെ. ഇതിനകത്ത് വരുന്ന 3 പോയിൻറ്റ്സ് പറയുവാണെങ്കിൽ, ലോകോക്കെ സംഘർഷ്, അതായത് ആളുകളുടെ സ്ട്രഗിൾ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഏകത, ഒരു യൂണിറ്റി, അതിനെക്കുറിച്ചും ഈ കവിതയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സബി ലോഗ് ഏക് സമാൻ ഹെ, എല്ലാവരും ഒരുപോലെയാണ് എന്നീ 3 ആശയങ്ങളാണ് ഈ കവിതയിൽ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് കവിതയിലേക്ക് പോകാം. ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുർ കാ ഹോ, ജൻ ജൻ കാ ചെഹ്റ ഏക്. एशिया की, यूरोप की, अमेरिका की गलियों की धूप एक. कष्ट दुख संताप की चेहरों पर पड़ी हुई छुरियों का रूप एक. जोश में यो ताकत से बंधी हुई मुट्ठियों का एक लक्ष्य. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പേജ് 48ാമത്തെ പേജിൽ ഇത്രയും വരികളാണ്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കാം. ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുർക്കാ ഹോ, ജൻ ജൻ കാ ചെഹ്റ ഏക്. ഓക്കെ, ചാഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും, ജിസ് ദേശ് പ്രാന്ത്, പ്രാന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദേശ്, പുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഹർ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതായത് ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുർക്കാ ഹോ, ജൻ ജൻ കാ ചെഹ്റ ഏക്. നിങ്ങൾ ഏത് രാജ്യത്തെ ആയിക്കോട്ടെ, ഏത് പ്രദേശമായിക്കോട്ടെ, ഏത് പട്ടണമായിക്കോട്ടെ, ജനങ്ങളുടെ മുഖം ഒരുപോലെയാണ്. സബി ലോഗ് ഏക് സമാൻ ഹെ, എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. കാരണം എന്താണ്, ഫേസ് നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങളുണ്ട്, ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷേ എന്താണ്, എല്ലാവരുടെയും ഫേസ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ഓക്കെ, അതാണ് കവി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ്. സബി ലോഗ് ഏക് സമാൻ ഹെ എന്നതാണ് കവിയുടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റിലേക്ക് പോകാം. ഏഷ്യ കി, യൂറോപ്പ് കി, അമേരിക്ക കി ഗലിയോ കി ധൂപ്പ് ഏക്. ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഗലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിൽ പതിക്കുന്ന വെയിൽ ഒരുപോലെയാണ്. ഓക്കെ, ഏത് സ്ഥലമായിക്കോട്ടെ അവിടെ എല്ലാം പതിക്കുന്ന ആ സൂര്യൻ്റെ രശ്മികൾ വീഴുന്ന അത് ഒരുപോലെയാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗലിയോം കി ധൂപ്പ് ഏക്, എല്ലായിടത്തും ഒരുപോലെ വെയിൽ വരുന്നു. കഷ്ട് ദുഃഖ് സന്താപ് കി ചെഹ്രോം പർ പടി ഹുയി ചുരിയോം കാ ഏക് രൂപ്. കഷ്ട് ദുഃഖ് സന്താപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡ അല്ലെങ്കിൽ വേദനയാണ്. സന്താപ് കി ചെഹ്രോം പർ പടി ഹുയി, ചെഹ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്, ചുരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിവുകൾ. ഓക്കെ, അതായത് ഈ ദുഃഖത്താലും കഷ്ടപ്പാട്, വേദന, ഇതിലൂടെയൊക്കെ ആളുകളുടെ മുഖത്ത് എന്താണ്, ചുളിവുകൾ വരുന്നുണ്ട്. അതും ഒരുപോലെയാണ്. കാരണം എന്താണ്, കഷ്ടപ്പാട്, ദുഃഖം അല്ലെങ്കിൽ വേദനയൊക്കെ അറിയപ്പെടുമ്പോൾ നമ്മൾ എന്താണ്, മുഖത്തും എന്താണ് പ്രായമാവുന്നതോറും ചുളിവുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരേ രൂപമാണ് എന്ന് കവി ഇവിടെ
പറയുന്നുണ്ട്. കാരണം എന്താണ്, എല്ലാവരും ഏക് സമാൻ ഹെ, സബി ലോഗ് ഏക് സമാൻ ഹെ. അതുകൊണ്ട് തന്നെ इनके चुजियों का रूप एक है. जोश में यो ताकत से बंधी हुई मुट्ठियों का एक लक्ष्य. അടുത്ത സെൻറ്റൻസ് ആണ്. ജോഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശം. ഓക്കെ, ജോഷ് മേ യോ താക്കത്ത് സെ ബന്തി ഹുയി, താക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി, ബന്തി ഹുയി മുട്ടിയോങ്ക, മുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഷ്ടി, അതായത് നമ്മൾ എന്താണ് കൈ ചുരുട്ടി പിടിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ എന്താണ് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമ്മളിങ്ങനെ സമരം ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ജോഷ് മേ യോ താക്കത്ത് സെ ബന്തി ഹുയി മുട്ടിയോങ്ക ഏക് ലക്ഷ്യം. എന്താണ്, ചുരുട്ടി പിടിച്ച ആ കൈകളുടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്, അപ്പനെ ലക്ഷ്യക്കോ പ്രാപ്ത് കർണ. ഓക്കെ, ആ ആളുകൾ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അതിന് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. തൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ഒരുപോലെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുകൂടി കവി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏകത, ലോകോങ്കെ സംഘർഷ്, പിന്നെ സബി ലോഗ് ഏക് സമാൻ ഹെ. ഒന്നവിടെ നോക്കുകയാണെങ്കിൽ ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുർക്കാ ഹോ, जन जन का चेहरा एक, एशिया की, यूरोप की, अमेरिका की गलियों की धूप एक, कष्ट दुख संताप की, चेहरों पर पड़ी हुई छुरियों का रूप एक, जोश में यो ताकत से बंधी हुई मुट्ठियों का एक लक्ष्य. ഓക്കെ, അപ്പോൾ ഇത്രയും വരികളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുണ്ട്, 2 സ്റ്റാൻസ കൂടിയുണ്ട്, നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.